എന്താ ഇപ്പം നമുക്ക് ചുറ്റും നടക്കണല്ലേ? അവിടെ മിസൈലും കാര്യങ്ങളൊക്കെ വീണ് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് പ്രവാസികൾ ബുദ്ധിമുട്ടി ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് അവരെ വീട്ടുകാർക്ക് അറ്റാക്ക് വരാനുള്ള രൂപത്തിലാണ് ഓരോ വാർത്താ ചാനലുകൾ വാർത്തകൾ പുറത്തേക്ക് വിടുന്നത്. അതിലൊരു പെണ്ണിൻ്റെ ഒരു വാർത്ത കണ്ടു. എൻ്റെ അമ്മോ, വല്ല ഫുട്ബോളിന് കമൻട്രി പറയണ പോലെ. ഇനി അതല്ല, നമ്മളെ വള്ളം കളിക്കൊക്കെ ഉണ്ടാവൂലേ, ഇത്തരത്തിൽ കമൻട്രി പറയണ പോലെയാണ്. ഒരു മനുഷ്യന്മാരുടെ ഫീലിങ്സിനെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു കച്ചവടം ഉണ്ടാക്കുന്നത്. എന്തായാലും വളരെ വളരെ അധപ്പതിച്ചു പോയി ഇപ്പോഴത്തെ നമ്മളെ ഒരു മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യത്തെ കൃത്യമായിട്ടും റിപ്പോർട്ട് ചെയ്യില്ല, അതിൽ കുറേ നുണയും ചേർക്കും, പിന്നെ ആളുകളെ പേടിപ്പിക്കുന്ന രൂപത്തിൽ. ഇപ്പോൾ ഒരുപാട് പ്രവാസികളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല എന്നാണ് അവർ കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം, ഒന്ന് കൊട്ടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടണം. എനിക്ക് കേരളത്തിലുള്ള ഈ മാധ്യമ പ്രവർത്തകരോട് പറയാനായിട്ടുള്ളത് എന്താണെന്നറിയോ? മനുഷ്യരുടെ ഫീലിങ്സിനെ വെച്ചിട്ട് കളിക്കരുത്. അവരുടെ വീട്ടുകാരൊക്കെ കൂടെ ആകെ പാനിക്കായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇച്ചാതി വാർത്തകളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അറ്റാക്കും വരുന്നേ. മിസൈൽ വീണ്ട് ചിലപ്പോൾ ആരും തട്ടിപ്പോവില്ല. നിങ്ങളുടെ വാർത്ത കണ്ടിട്ട് ടെൻഷൻ അടിച്ച് വല്ല അറ്റാക്കും വന്നിട്ട് ആളുകൾ തീരുക. അപ്പോൾ എന്തായാലും കുറച്ചൊരു ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുക. അത് നിങ്ങൾക്ക് ഇല്ലയെന്നറിയാം, എന്നാലും അതൊന്ന് കാണിക്കുക. വളരെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ് സത്യമെന്നോ ഏതാണ് നുണയെന്നോ ജനങ്ങൾക്ക് അറിയാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ഒരു അപേക്ഷയായിട്ട് കാണണം.